ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ യാത്ര ഇവിടെ തുടങ്ങുവാണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മളിതേ എയർപോർട്ടിനകത്തേക്ക് പോകുന്ന വഴിയാണ്. അതേ കണ്ടോ, ഭയങ്കര ലുക്കാണല്ലോ, ചുവന്ന ടീഷർട്ടും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്. കണ്ണടിച്ചു പോന്നു. ഓഹോ, ഒരു മയമുണ്ട്, ഇതുണ്ടോ. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിതേ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലോഞ്ചിലിരുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി വളരെ കുറച്ച് തുച്ഛമായ ചിലവേ വരുന്നുള്ളൂ. കാരണം നമ്മുടെ കയ്യിൽ പ്ലാറ്റിനം കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് വെറും 2 രൂപ ചിലവിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 2 പേരും കൂടെ കഴിക്കുമ്പോഴത്തേക്കും വെറും 4 രൂപയാവുന്നുള്ളൂ. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതായത് നോൺ വെജ് ആൻഡ് വെജ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ബൊഫേ സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. എല്ലാം ഫുൾ സെറ്റായി. പിന്നെ ഫ്ലൈറ്റിൽ കയറി നമ്മൾ കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഫ്ലൈറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാൻഡ് ചെയ്യുന്നതും പറക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു മൊമെൻറ്റുമാണ് നല്ല രസമുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ശോകമാണ്, ബോറടിച്ചിരിപ്പാണ്. അപ്പോൾ ഞങ്ങൾ കുറേ വർത്താനമൊക്കെ വർത്താനം പറഞ്ഞ് ഫ്ലൈറ്റിലിരുന്ന് അടിയായി. പിന്നെ അടിയൊക്കെ സോൾവ് ചെയ്ത് നമ്മളിതേ ലാൻഡ് ചെയ്യാൻ പോവാണ്. ബാംഗ്ലൂർ ലാൻഡ് ചെയ്യാൻ പോവാണ്. മേഘങ്ങളുടെ ഇടയ്ക്കോടെ നമുക്ക് ബാംഗ്ലൂർ ടൗൺ കുറച്ച് വിസിബിൾ ആവുന്നുണ്ട്, കുറച്ച് വിസിബിൾ ആവുന്നത്. നമ്മൾ ലാൻഡ് ചെയ്തു. അങ്ങോട്ടോടി പോകണ്ട, ഇവിടെ നിൽക്ക്. വേണ്ട, അടുത്ത് അത് ഒരെണ്ണമല്ല തരുന്നേ. അടുത്ത ഇട്, കഴിക്കേ. പോട്ടെ. എരിവാണോ പുളിയാണോ എന്നാ? ഒന്നുമില്ല, എല്ലാം കൂടെ ഉണ്ടോ? നല്ല എരിവാണോ? ഓക്കെ ആണോ? എല്ലാം ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇരിക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ പാനിപൂരിയൊക്കെ കഴിച്ച് വന്നിട്ട് ദാഹിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു മാളിനുള്ളിൽ ഒരു കോഫി ഷോപ്പിൽ കയറിയിട്ട് നമ്മളൊരു കോഫി ട്രൈ ചെയ്തു. നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ അവിടുത്തെ കോഫിയെല്ലാം, പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഒരു 250 ആ ഒരു റേഞ്ച് വരുന്നുണ്ട് ഒരു കോൾഡ് കോഫിക്കൊക്കെ, പക്ഷെ അടിപൊളിയായിരുന്നു. നിന്റെ ലോകത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. ബൈ ബൈ. അപ്പം ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് ആളുടെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും പോയി. കുറച്ച് നേരത്തേക്ക് എനിക്കിഷ്ടമുള്ള കടകളിലെല്ലാം കയറി, പുള്ളിക്ക് ഇഷ്ടമുള്ള കടകളിലെല്ലാം കയറി. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടന്നു. പിന്നെ കുറച്ച് ടെൻഷനുണ്ട്, ബാംഗ്ലൂരല്ലേ സ്ഥലം, എന്നാലും ഞാൻ തിരിച്ചു പിടിച്ചു വിട്ടു ആളെ. അപ്പോൾ സെഫോറെ കയറി ഒരു 11,000 രൂപയുടെ ബില്ലായിട്ടോ. 2-3 പ്രോഡക്റ്റ്സ് വാങ്ങിയുള്ളൂ, പക്ഷേ അടിപൊളി പ്രോഡക്റ്റ്സാണ്, ക്വാളിറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രോഡക്ട്സിനൊക്കെ ഇത്രയും വില ആവുന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ മേക്കപ്പിന് കുറച്ച് ചാർജ് വാങ്ങാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ, മനസ്സിലായി കാണുമല്ലോ അല്ലേ അവസ്ഥ എന്താണെന്നുള്ളത്. പോക്കറ്റ് കാലിയായോ? എൻ്റെ പോക്കറ്റ് കാലിയായി. ഇതുണ്ടോ, ഇത്രയും സാധനം മേടിച്ചോളൂ. പിന്നെ സെഫോറയൊന്നും എല്ലാ സ്ഥലത്തും ഇല്ല കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് ഉണ്ടെന്ന് അറിഞ്ഞത്, അതുകൊണ്ടാണ് ഈ ഒരു മാളിൽ വന്നത്. ഇതാണ് ബാംഗ്ലൂരിലെ തിരക്ക് കേട്ടോ. നമ്മളൊരു മിനിമം ഒരു 5 കിലോമീറ്റർ പോകണമെങ്കിൽ കൂടി ഒരു അരമണിക്കൂർ മുകളിൽ എടുക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തിരക്കാണ് കേട്ടോ. പിന്നെ മാളുകളിലാണേലും എല്ലാം നല്ല തിരക്കാണ്. അതുപോലെ തന്നെ ആളുകളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഭയങ്കര ബിസിയാണ് കേട്ടോ എല്ലാവരും അവിടെ. അത് മാത്രമല്ല എല്ലാവരും ഡ്രസ്സിങ്ങൊക്കെ കുറച്ച് വ്യത്യാസമാണ്. എല്ലാവരും ഭയങ്കര മോഡേണാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ബാംഗ്ലൂർ വന്നിട്ട് ഒന്നും വാങ്ങിയില്ല എന്ന് വേണ്ട കേട്ടോ. ഞാൻ ആകെ ഒരു കടയിലേ കയറിയുള്ളൂ, 2 കടയിൽ കയറി. ഒന്ന് സെഫോറ, പിന്നെ മിനിസോ. 11,000 രൂപയുടെ ബില്ലായിട്ടോ. അപ്പൊ എന്തൊക്കെയാ വാങ്ങിയെന്ന് നോക്കാം. 11,000 രൂപയുടെ സാധനമാണ് ഈ കൂടുതലുള്ളത്. അതെ, ഇതാണ് മിനിസോന്ന് വാങ്ങിയത് കേട്ടോ, കോട്ടൺ പാഡ്. ഇതിന് എത്ര രൂപയായി? ഇതിന് 150 റുപ്പീസാണ് കേട്ടോ. ഇത്രയും കിട്ടി. എനിക്ക് മിനിസോയിലെ പ്രോഡക്റ്റെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ബാഗ്സ്, അങ്ങനെ കുട്ടി സാധനങ്ങൾ, ചെറിയ കബോർഡ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, മേക്കപ്പ് ബ്രഷുകളെല്ലാം പറ്റിയ കുറച്ച് ടിന്നുകൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അത് മിനിസോയിൽ പോയാൽ കിട്ടും. ഇതിന് മുമ്പ് ഞാൻ മുംബൈ പോയപ്പോൾ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് കയറിയതാണ്. ഇത് മാത്രമേ വാങ്ങിയുള്ളൂ.
പിന്നെ മെയിൻ സാധനം മൊത്തം വാങ്ങിയത് സെഫോറയെന്നാണ്. ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് കേട്ടോ, ഞാൻ ലാസ്റ്റ് പറയാം. ഞാൻ ആകെ കൂടിയിട്ട് 5 സാധനം വാങ്ങിയത്, പക്ഷെ 11,000 രൂപയായിട്ടോ. ഫസ്റ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് കുറേ വാങ്ങി. ഇത് കണ്ടോ, ഇതെല്ലാം യൂസ്ഫുൾ ഷെയ്ഡ്സ് ആണ്, ബ്രൈറ്റ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. ഒരു ലിപ്സ്റ്റിക്കിന്റെ വില വന്നിട്ട് 1220 രൂപയാണ് ഇതിന്റെ വില. അപ്പൊ ഒരു 5 ഷെയ്ഡ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ഊഹിക്കാലോ എത്ര രൂപ ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഇനി മേക്കപ്പ് ചാർജ് ഒക്കെ എത്ര കൂട്ടും? മേക്കപ്പ് ചാർജ് കൂട്ടും. അയ്യോ, ഇത്രയും രൂപ കൊടുത്ത് നമ്മൾ സാധനം വാങ്ങിയിട്ട് എങ്ങനെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റേണ്ടത്. പിന്നെ സെഫോറയുടെ ഒരു ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ വില വന്നിട്ട് കണ്ണും പിടിക്കുന്നില്ലല്ലോ, ഇതിന്റെ വില 1800 രൂപയാണ്. പിന്നെ ഒരു കൺസീലർ, ഇതിന്റെ വില വന്നിട്ട് 1500 രൂപയാണ്. അപ്പൊ കല്യാണത്തിനൊക്കെ ഓരോ വർക്കിന് ചെല്ലുമ്പോൾ ചേച്ചി എനിക്ക് ഇച്ചിരി ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ട് തന്നാൽ മതി എന്നൊക്കെ പറയുന്നത്. പൗഡറിന്റെ വില എത്ര അറിയാം? ഹിഡ ബ്യൂട്ടിയുടെ ഒക്കെ ഒരു പൗഡറിന്റെ വില മിനിമം ഒരു 2000-3000 കൊടുക്കാതെ ഒരു സാധനം കിട്ടത്തില്ല. അപ്പൊ ഊഹിക്കാലോ, ഇച്ചിരി പൗഡർ ഇട്ട് തരാമെന്ന് ചോദിക്കാൻ പാടുണ്ടോ? അരുത്. ഇനി അടുത്ത സാധനം സെഫോറയുടെ പ്രൈമർ ആണ്. ഇതിന്റെ വില വന്നിട്ട് ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. 1600 രൂപയാണ് ഈ ഒരു ചെറിയ കുഞ്ഞിങ്ങാ ട്യൂബിന്റെ വില. ഇതുണ്ടോ, എൻ്റെ ഈ വിരലിന് ഇത്രേ ഉള്ളൂ. എൻ്റെ വിരൽ ഒരുവിധപ്പെട്ട നീണ്ട വിരലാട്ടോ, പക്ഷെ ഇത്രേ ഉള്ളൂ. പിന്നെ എനിക്കൊരു ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയത് ഇതാണ്. ഇത് എന്ത് സാധനമാണ്? ഇത് സ്കാൽപ്പ് റിവൈവൽ എന്തോ ഒരു സാധനമാണ്. ചാർക്കോൾ പ്ലസ് കോക്കനട്ട് ഓയിൽ. വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നേക്കണം. എന്താണ് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സെഫോറ ഇതൊരു ഫ്രീ ഇത്ര സാധനമുള്ളൂ. അതിനാണ് 11,000 രൂപ കിട്ടിയത്. ഈ കൂട്ടിട്ടേക്കണെങ്കിൽ 4-3-7 സാധനത്തിനോ ഇത്രയും സാധനം മേടിച്ചോളൂ. 11,000 രൂപയായിട്ട് വെറും ഇത്രയും സാധനം. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, മറ്റ് ബ്രാൻഡിലൊക്കെ പോയി ഇതിനും പൈസ ആവുന്നതാണ്, പക്ഷെ ഒരു ഫ്രീ പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതെനിക്കൊരു ബ്രഷ് ക്ലെൻസർ കിട്ടിട്ടോ. ഇത് ഭയങ്കര അടിപൊളി സാധനമാണ്. വേഗം ഞാൻ പറഞ്ഞു പോകാം, ഇതിന്റെ യൂസേജ് ഒക്കെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കേട്ടോ. ഇത് കണ്ടോ, ഇത് ആക്ച്വലി വന്നിട്ട് ഇത് ബാറ്ററി വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. ഇത്തലേക്ക് നമ്മുടെ മേക്കപ്പ് ബ്രഷുകളെല്ലാം കണക്ട് ചെയ്യും. CD മ്യൂസിക്കത്ത് പറഞ്ഞ മാതിരിയാണോ? അവസാനം നിങ്ങളെല്ലാം പോയി കഴിയുമ്പോൾ ഞാൻ തന്നെ കഴുകി വെക്കുന്നുള്ള അവസ്ഥയാണോ? അതുപോലൊരു സാധനം. ഇതിനകത്തേക്ക് നമ്മള് ബ്രഷ് ക്ലെൻസറോ അല്ലെങ്കിൽ സോപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കും. ഒരു ഇത്രയും പോർഷനിൽ നമ്മൾ എടുക്കണം. അതിനുശേഷം നമ്മുടെ മേക്കപ്പ് ബ്രഷ് ഇതിലേക്ക് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറെ സാധനങ്ങളാണ്. അയ്യോ, തുറക്കാനും പറ്റുന്നില്ലല്ലോ. കണ്ടോ, ഇത് ബ്രഷിന്റെ അളവനുസരിച്ച് നമുക്ക് എടുക്കാം. ഇതിൽ ഏതാന്ന് വെച്ചാൽ എടുക്കാം. ഇതിലൊരു സാധനം ഇങ്ങനെ ഇടണം. ഇതുണ്ടോ, അതിനുശേഷം ഇതിങ്ങനെ കണക്ട് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് ബ്രഷ് കണക്ട് ചെയ്യണം. എന്നിട്ട് ഈ സ്വിച്ചിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഇത് കറങ്ങും. അപ്പം മേക്കപ്പ് ബ്രഷ് ക്ലീൻ ആക്കി കിട്ടും. അപ്പൊ എത്ര ഉള്ളൂ ഈ ഒരു സാധനമാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. എന്താണെങ്കിലും ഇതെങ്കിലും കിട്ടിയില്ലോ. സാധാരണ വേറൊരു ബ്രാൻഡിൽ പോയി ഇതൊന്നും കിട്ടില്ലാത്തതാണ്. അപ്പൊ എനിവേ ഞാൻ ഹാപ്പിയായി. പക്ഷെ പോക്കറ്റ് കാലിയായിട്ടോ. ഇത്ര സാധനമാണ് ബാംഗ്ലൂർ വന്നിട്ട് വാങ്ങിയത്. ആരുടെ പോക്കറ്റ്? എന്റെ പോക്കറ്റ്. ആ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റി ഈ പോക്കറ്റ് മേക്കപ്പുകാര് കടക്കാര് കൊണ്ടുപോയി. അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ബൈ. ശരി, ബൈ.